നമസ്കാരം. നമുക്ക് ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഒരു വസ്തു നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അതിൽ നിന്ന് നമ്മളൊരു കെട്ടിടം പണിയാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി കെട്ടിടം പണിയാൻ പോകുമ്പോൾ നമ്മൾക്കവിടെ ലാഭകരമായിട്ട് എങ്ങനെ ഈവൻ ഫൗണ്ടേഷൻ, റീറ്റെയിനിങ് വാൾ, കോമ്പൗണ്ട് വാൾ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം, ഒരു വസ്തു നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ ആ വസ്തുവിനെ സംബന്ധിച്ച് ഏതെല്ലാം രേഖകൾ നമുക്ക് ശ്രദ്ധിക്കണം, അല്ലെ എന്തെല്ലാം രേഖകൾ നമ്മൾ നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആദ്യത്തെ രേഖ എന്ന് പറയുന്നത് ഇവിടെ സെയിൽ ഡീഡ് അല്ലെങ്കിൽ ആധാരം. തീർച്ചയായിട്ടും ഒരു വസ്തുവിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള രേഖയാണ് സെയിൽ ഡീഡ് അല്ലെങ്കിൽ വിലയാധാരം എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ ഡീഡ് തന്നെ അത് നമുക്ക് നോക്കണം, അതായത് ഒറിജിനൽ ആധാരം തന്നെ നമ്മളത് നോക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് ആരാണോ വസ്തു നമ്മൾക്ക് തരാൻ പോകുന്നത് ആ ആളെ പറ്റിയുള്ള വിവരങ്ങൾ ആധാർ നമ്പർ സഹിതം അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾക്ക് തരുന്ന ആൾ എങ്ങനെയാണ് നമ്മൾക്ക് ഈ വസ്തു തരാൻ പോകുന്നത്, അയാൾക്ക് ഭാഗോടമ്പടി പ്രകാരമാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണോ, അല്ലെങ്കിൽ അയാൾക്ക് അതിനകത്ത് പവർ ഓഫ് അറ്റോർണി ആണോ ഉള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം മറ്റ് ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഇത് വിൽക്കാൻ വന്നിരിക്കുകയാണോ എന്നതിനെ ഉദ്ദേശിച്ചാണ് ഈ പവർ ഓഫ് അറ്റോർണി അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആധാരം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ആധാരത്തിനകത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചതിന് ശേഷം അപ്പോൾ ആധാരം നമ്മൾ നോക്കി, ഒറിജിനൽ ആധാരം തന്നെ നോക്കി. അതിനുശേഷം നമ്മൾ അതിൻ്റെ പ്രയർ ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ മുന്നാധാരം ചിലപ്പോൾ ഒന്നുണ്ടാവാം, രണ്ടുണ്ടാവാം, ഒന്നിലധികം ഉണ്ടാവാം, അല്ലെ രണ്ടിലധികം ഉണ്ടാവാം. അല്ലെങ്കിൽ ഒരു പ്ലോട്ട് ഏരിയയിൽ നിന്ന് നമ്മൾ മുറിച്ച് സ്മോൾ പ്ലോട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ മുന്നാധാരം അല്ലെങ്കിൽ അടിയാധാരം എന്നൊക്കെ പറയും. അപ്പം ഈ അടിയാധാരത്തിനകത്ത് ഈ വസ്തു നമ്മൾക്ക് തരുന്ന ആളിന് എങ്ങനെ സിദ്ധിച്ചു, അല്ല എങ്ങനെ കൈവശം വെച്ചു തുടങ്ങിയ കാര്യങ്ങൾ ആ ആധാരത്തിനകത്ത് ഉണ്ടാകും. അപ്പോൾ ഇതിനകത്ത് നിയമപരമായിട്ട് ഇതിനകത്ത് തേടേണ്ടത്, ഇത് എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത് എന്ന് വിചാരിച്ചാൽ, ഈ ആധാരത്തിന് നമ്മൾക്ക് വസ്തു തരാൻ ഉദ്ദേശിക്കുന്ന ആളല്ലാതെ മറ്റ് ആളുകൾക്ക് ഇതിനകത്ത് അവകാശമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പ്രതിപാദിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ആധാരം നമ്മൾ നോക്കി, ഇതിൻ്റെ മുന്നാധാരം നോക്കി, കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ വേണ്ട ഡാറ്റ ഫ്രം വില്ലേജ്. അതായത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ വസ്തു നമ്മൾ വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഡാറ്റ ഫ്രം വില്ലേജ്, അതായത് വില്ലേജിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് രേഖാമൂലം നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് അതിനകത്ത് വേണ്ടത് ഒന്നാമത് പറയുന്നത് പൊസഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കൈവശ അവകാശം എന്ന് പറയുന്ന ആ രേഖ എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് വിൽക്കാൻ ഉദ്ദേശിച്ച ആളിൻ്റെ കയ്യിലാണ് ഇപ്പോഴും, അതായത് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ വസ്തു കിടക്കുന്നതെന്നും അദ്ദേഹത്തിന് അത് വിൽക്കാനുള്ള അധികാരമുണ്ടെന്നും ഒക്കെ ഉള്ള രേഖയാണ് ഈ പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾക്ക് വേണ്ടത് ലാൻഡ് ടാക്സ് അല്ലെങ്കിൽ ഭൂനികുതി അല്ലെങ്കിൽ കരം ഉടക്കിയ രസീത്. അപ്പോൾ ഈ കരമടക്കിയ രസീതിനകത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടാവാം എത്ര സെൻറ്റ് അല്ല എത്ര ആറ്. നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കരമടച്ച രസീതിനകത്ത് എല്ലാത്തിനകത്തും നമ്മൾ കാണുന്നത് സെൻറ്റ് അല്ല, ശരിക്കും പറഞ്ഞാൽ ആറ്. ഒരാറ് എന്ന് പറയുന്നത് 100 m² ആണ്. അപ്പം 100 m² എന്ന് പറയുന്നത് നമ്മൾ സെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2.5 സെൻറ്റാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് എത്ര രൂപ കരമടച്ചിട്ടുണ്ട്, സർവേ നമ്പർ, ബ്ലോക്ക് നമ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടാവും. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് അടുത്തത് ലൊക്കേഷൻ സ്കെച്ച് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അതിലേക്കുള്ള വഴി തുടങ്ങിയ കാര്യങ്ങൾ പറ്റി പ്രതിപാദിക്കുന്ന രേഖയാണ് ലൊക്കേഷൻ സ്കെച്ച്. അപ്പോൾ ആ ലൊക്കേഷൻ സ്കെച്ചിനകത്ത് നമുക്ക് സർവേ നമ്പർ, റീസർവേ നമ്പർ, ബ്ലോക്ക് നമ്പർ, അതായത് വസ്തു ഏത് ദിശയെ ഫേസ് ചെയ്തിട്ടാണ് കിടക്കുന്നത്, ആ വസ്തുവിലേക്ക് എങ്ങനെയാണ് റോഡ് മാർഗം തുടങ്ങിയ കാര്യങ്ങൾ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തതായിട്ട് വേണ്ടത് പ്രധാന ഒരു രേഖയാണ് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ EC എന്ന് പറയുന്നത്. അതായത് ബാധ്യത സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയും. അതായത് റവന്യൂ റിക്കവറി
തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും ഈ ലാൻഡിനെ സംബന്ധിച്ചുണ്ടോ, അതായത് നേരത്തെ ഇതിനകത്ത് നിലവിലുണ്ടോ, എന്തെങ്കിലും അറ്റാച്ച്മെൻ്റ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കിട്ടും. ഇത് നമ്മൾക്ക് കിട്ടേണ്ടത് ഈ വസ്തു നിലകൊള്ളുന്ന സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നാണ് ഈ രേഖകൾ നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് 30 വർഷം വരെയൊക്കെ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ചില ബാങ്കുകൾക്കുമൊക്കെ നമ്മുടെ ഈ ആധാരം പണയപ്പെടുത്തി നമ്മൾ ഹൗസിംഗ് ലോണ് തുടങ്ങിയ ലോണുകൾക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് മറ്റ് ബാധ്യതകളൊന്നും ഇല്ലാതിരിക്കണം. അപ്പോൾ ആ ബാധ്യതയെപ്പറ്റി പ്രതിപാദിക്കുന്ന രേഖകളാണ് സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔദ്യോഗികമായിട്ടുള്ള രേഖയാണ് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാധ്യത സർട്ടിഫിക്കറ്റ്. ഈ വസ്തുവിന് നിലവിലുള്ള, അതായത് കഴിഞ്ഞ 30 വർഷം വരെ ഈ വസ്തുവിന് എന്തൊക്കെ ബാധ്യതകൾ എവിടെയൊക്കെയുണ്ട്, ആ ബാധ്യതകളൊക്കെ തീർന്നതാണോ, തീർന്നതിന് ശേഷമാണോ, ബാധ്യതകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ബാധ്യതകളെ പറ്റി നമുക്ക് നിലവിലുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് പറ്റിയുള്ള രേഖയാണ് ഈ പറയുന്ന EC അല്ലെങ്കിൽ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് കിട്ടുന്നത് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത്. അത് വസ്തുവിൻ്റെ ആധാരം വേണം, അതുപോലെ തന്നെ കരമടച്ച രസീത് ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് നമുക്ക് ഈ ഒരു രേഖ നമുക്ക് കിട്ടും. അത് 15 വർഷം വീതം എടുക്കുകയാണെങ്കിൽ ഇത്തിരി പെട്ടെന്ന് കിട്ടും. അതിനുള്ള ഫീസുകളുണ്ട്. അതാണ് ഇതിനെപ്പറ്റി. അപ്പോൾ നമുക്ക് ഡാറ്റ ഫ്രം ബില്ല്, അതായത് സർക്കാർ രേഖകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡാറ്റാസാണ് 1 പൊസഷൻ സർട്ടിഫിക്കറ്റ്, 2 ലാൻഡ് ടാക്സ്, 3 ലൊക്കേഷൻ സ്കെച്ച്, 4 എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് അതർ ഡാറ്റ, ഒരു വസ്തുവിനെ സംബന്ധിച്ച് അതർ ഡാറ്റ എന്ന് പറയുന്ന ആദ്യം നമ്മൾ പറയുന്നത് തണ്ടപ്പർ രജിസ്റ്റർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്നത് തണ്ടപ്പേർ നമ്പർ തുടങ്ങിയ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോൾ രണ്ടാമത് നമുക്ക് ആധാർ വെരിഫിക്കേഷൻ, അതായത് ഈ വസ്തുവിനകത്ത് കിടക്കുന്ന പേരിൽ പറയപ്പെടുന്ന ആധാറിൻ്റെ നമ്പരുമായിട്ട് ഉള്ള കണക്ഷനും കാര്യങ്ങൾ. ആധാർ ഉണ്ടെങ്കിൽ ഒരു പൗരൻ്റെ വിലാസ തെളിവിന് ഔദ്യോഗികമായിട്ട് കിട്ടുന്ന രേഖയാണ് ആധാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആധാറിൽ കിടക്കുന്ന അഡ്രസ്സ് അല്ലെ ആധാറിൽ കിടക്കുന്ന ആളിൻ്റെ സംബന്ധിച്ചുള്ള മേൽവിലാസവും കാര്യങ്ങളുമാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് വരുന്ന പവർ ഓഫ് അറ്റോർണി. പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത് യഥാർത്ഥ ആളല്ല നമ്മൾക്ക് ആധാരം ചെയ്ത് തരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രസ്തുത വസ്തു വിൽക്കുവാൻ വേണ്ടിയിട്ട് യഥാർത്ഥ ഉടമ XY ആരെങ്കിലും ഒരാളെയോ രണ്ടാളെയോ ഇതിനകത്ത് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഇതാണ് പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത്. അപ്പോൾ പവർ ഓഫ് അറ്റോർണി അതിനകത്ത് കൃത്യമായിട്ടുള്ള രേഖകൾ സഹിതം പവർ ഓഫ് അറ്റോർണി ചെയ്യുന്നത് നമ്മുടെ അഡ്വക്കേറ്റുമാരാണ് ചെയ്യുന്നത്. അവർ അത് പവർ ഓഫ് അറ്റോർണി ഇയാൾക്ക്, അതായത് എൻ്റെ വസ്തു അല്ലെങ്കിൽ ഒരാളുടെ വസ്തു മറ്റൊരാൾക്ക് ക്രയവിക്രയം ചെയ്യുന്നതിൻ്റെ സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു ഉടമ്പടിയാണ് പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പവർ ഓഫ് അറ്റോർണി കൈവശം ഉള്ളയാൾക്ക് ആ പവർ ഓഫ് അറ്റോർണിക്കകത്ത് കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കും ഈ വസ്തുവിനെ സംബന്ധിച്ചുള്ള കേസ് നടത്താനുള്ള അധികാരം ഉണ്ടാകും, വസ്തു വിൽപ്പനയ്ക്കുള്ള അവകാശം ഉണ്ടാവും. അങ്ങനെ ഈ പവർ ഓഫ് അറ്റോർണിക്കാണ് എന്താണോ എഴുതി വച്ചിരിക്കുന്നത് അത് പ്രകാരം ഈ പവർ ഓഫ് അറ്റോർണി ആരുടെ പേരിലാണോ അയാൾക്ക് സ്വതന്ത്രമായിട്ട് ഇതിനകത്ത് ഇടപെടാനായിട്ടുള്ള നിയമവഴിക്കുള്ള ഒരു അനുവാദമാണ് അത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഡാറ്റാ ബാങ്ക്. ഇപ്പോൾ ഡാറ്റാ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരള ബിൽഡിംഗ് റൂള് അനുവദിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു വസ്തുവിനെ സംബന്ധിച്ച് പുരയിടമാണോ, നികത്ത് നിലമാണോ, അല്ലെങ്കിൽ തോട്ടമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രതിപാദിക്കുന്നതാണ് ഡാറ്റാ ബാങ്ക് അല്ലെങ്കിൽ BTR എന്നൊക്കെ ഇതിന് പറയും. അപ്പോൾ ഈ ഡാറ്റാ ബാങ്ക് നമുക്ക് കിട്ടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വില്ലേജ് ഓഫീസിൽ നിന്ന് നിലവിൽ നമ്മൾ വാങ്ങാൻ പോകുന്ന വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ആധാർ നമ്പറല്ല, കരമടച്ച രസീത്, സർവേ നമ്പർ വെച്ച് നോക്കുമ്പോൾ ഈ ഡാറ്റാ ബാങ്ക് നമുക്ക് അവിടുന്ന് അതിൻ്റെ കോപ്പി നമുക്ക് ലഭിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നിയമവഴി അല്ലാണ്ട് നമ്മളൊരു ഫ്ലോട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എൻട്രൻസ് ടു ഫ്ലോട്ട്, അതായത് ഈ ഫ്ലോട്ടിലേക്കുള്ള വഴി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ എൻട്രൻസ് ടു ഫ്ലോട്ട്. ഇതിനകത്ത് നമ്മുടെ സർവേ മാപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ സർവേ മാപ്പിനകത്ത് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ അതിരുകളും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് പ്രതിപാദിച്ചിരിക്കും. അതുപോലെ വഴി, പ്രധാനമായിട്ടും നമുക്കൊരു ഫ്ലോട്ടിലേക്കുള്ള വഴി എത്രയാണ്. ഇപ്പോൾ വലിയ വളരെ 1.5 ഏക്കറിനൊക്കെ മുകളിലോട്ടുള്ളതാണെങ്കിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് പ്ലാന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടതാണ്. അപ്പോൾ അതിലേക്ക് ഇത്ര സെൻറ്റ് ഏരിയ ബേസ് ചെയ്തിട്ട് അതിന് നമ്മൾക്ക് ആക്സസ് ഇത്ര മീറ്റർ വേണം എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ പ്രതിപാദിച്ചിട്ടുണ്ടാവും. രണ്ടാമത് വസ്തു നമ്മൾക്ക് തരുന്നയാൾക്ക് സ്വാഭാവികമായിട്ടും നമ്മളൊരു
ഫ്ലോട്ട് ഡെവലപ്പറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വസ്തു പ്ലോട്ട് തിരിച്ച് കിട്ടുന്നിടത്താണെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ ബൗണ്ടറിയിലേക്ക് അല്ല നമ്മുടെ സ്ഥലത്തിലേക്ക് വരുന്നതിനായിട്ടുള്ള വഴികൾ വളരെ വ്യക്തമായിട്ടുള്ള നിർവചനം അതിനുണ്ടായിരിക്കണം. രണ്ടാമത് വഴി നമ്മൾ ഉണ്ടാക്കി തരികയാണെങ്കിൽ ആ ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഫ്ലോട്ട് ഡിവൈഡ് ചെയ്ത് വിൽക്കുന്ന ആളിനെ സംബന്ധിച്ച് നമ്മുടെ വസ്തുവിലേക്ക് വരുന്നതിനുള്ള വഴിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഇതിനകത്ത് ഉണ്ടായിരിക്കണം. രണ്ടാമതുള്ളത് അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് എസ്റ്റെൻറ്റ് മീൻസ് എത്ര സെൻറ്റ് സ്ഥലമാണ് നമ്മൾ ഇത് എത്ര സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ എത്ര m² സ്ഥലം അല്ലെങ്കിൽ എത്ര ആറ് വളരെ കൃത്യമായിട്ട് നിർവചിക്കുകയാണെങ്കിൽ എന്ന നിലപാടിലാണ് നമുക്ക് വസ്തു വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നത്. അപ്പോൾ എത്ര വസ്തു നമുക്ക് തരുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് എന്ന് പറയുന്നത് 100 m² ആണ്. അപ്പോൾ ഏകദേശം 2.5 സെൻറ്റ് വരും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് വസ്തുവിൻ്റെ നീളം, വീതി, വസ്തുവിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്കതിനെ പല രീതിയിൽ അതിനെ നമുക്ക് ഏരിയ ബേസ് ഒരു വലിയ ഫ്ലോട്ട് എടുത്തിട്ട് ആ ഫ്ലോട്ടിനെ ട്രയാങ്കിളായിട്ട്, സ്ക്വയറായിട്ട്, ട്രപ്പീസിയമായിട്ട്, ഇക്വലാറ്റർ ട്രയാങ്കിളായിട്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ആക്കിയിട്ടാണ് നമ്മൾ മൊത്തം നമ്മളതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഈ പറയുന്ന സ്മോൾ പാർട്ടായിട്ട് നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം അതിൻ്റെ ഏരിയ നമ്മൾ കണക്ക് കൂട്ടിയിട്ടാണ് ഒരു വസ്തുവിൻ്റെ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന വസ്തുവിൻ്റെ സെൻറ്റ് എത്ര അല്ലെങ്കിൽ എത്ര എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇതിനെ നമുക്ക് പരിചയസമ്പന്നരായിട്ടുള്ള ഒരു ലൈസൻസ്ഡ് സർവേയറയോ അല്ലെങ്കിൽ അംഗീകൃതമായിട്ട് ജോലി ചെയ്യാൻ അറിയാവുന്ന ഒരു എൻജിനീയറുടെയോ സഹായം ഇതിനകത്ത് നമുക്ക് വേണ്ടിയിട്ട് സഹായം നമുക്ക് തേടാവുന്നതാണ്. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ഒരു അഡ്വക്കേറ്റിനെ നമ്മൾ കൊണ്ട് സ്ഥലത്തിൻ്റെ ഒരു മറ്റുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ലോയും ഓർഡറും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് വസ്തുവിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് വേണം എന്നുള്ളതൊക്കെ നിയമവശങ്ങൾ അദ്ദേഹം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നിയമവഴിക്ക് കാര്യങ്ങളെല്ലാം ഓക്കെ ആയി നമ്മൾ വസ്തു മേടിച്ച് കഴിയുമ്പോൾ അടുത്തത് നമ്മളൊരു ബിൽഡിംഗ് ആണ് അതിനകത്ത് കെട്ടാൻ പോകുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ട് ഘടനയെ സംബന്ധിച്ച് നമ്മൾ അത് ഒന്ന് സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് പ്ലോട്ടിൻ്റെ കണ്ടീഷൻ, ഒന്നാമതായിട്ട് പറഞ്ഞാൽ പ്ലോട്ടിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫ്ലോട്ടിൻ്റെ ആ ഒരു വഴി ആണ് ഉള്ളത്, അല്ലെങ്കിൽ വഴിയിൽ നിന്ന് താന്നാണോ ഫ്ലോട്ടുള്ളത്, അല്ലെങ്കിൽ വഴിക്ക് മുകളിലാണോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതാണ് ഫ്ലോട്ടിൻ്റെ കണ്ടീഷൻ. ഈ ഫ്ലോട്ടിൻ്റെ കണ്ടീഷൻ പറയാനായിട്ട് നമ്മളൊരു ഡാറ്റ ആയിട്ട് നമ്മളത് കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്ഥലം നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടിയെന്നിരിക്കാം. പക്ഷേ ആ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് ഇപ്പോൾ കണ്ടുവരുന്ന പല സ്ഥലങ്ങളിലും ഉള്ളത് 6-7 മീറ്ററൊക്കെ പൊക്കത്തിൽ നമുക്ക് ബൗണ്ടറി വാൾ കെട്ടി നമ്മുടെ ഭൂമി പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഈ പറയപ്പെടുന്ന ചിലപ്പം അനുഭവത്തിൽ വരുന്നത് നമ്മളിതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് നമ്മളൊരു വീടിൻ്റെ വർക്കിന് ചെയ്യാൻ പോകും. അവിടെ നിന്ന് ചിലപ്പം നമുക്കൊരു ശകലം ഈ മണ്ണ് അരിഞ്ഞെടുക്കാനായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അരിഞ്ഞ് എടുക്കേണ്ടി വരുമ്പം ബിൽഡിംഗ് റൂൾ അനുസരിച്ച് നമുക്ക് ഒരു അതിരിൽ നിന്ന് പരമാവധി ഇത്ര സ്പേസ് അവിടെ നിശ്ചിതമായിട്ട് ഒരു എർത്ത് കട്ടിങ് ചെയ്യുമ്പോൾ അവിടെ ഒരു നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലിയർ ഡിസ്റ്റൻസ് അവിടെ നമുക്ക് കാണണം. ഇങ്ങനെ ക്ലിയർ ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ 2 ഫ്ലോട്ടുകാരും കൂടെ ചേർന്ന് നിന്ന് ഉഭയസമ്മതപ്രകാരം അവിടെ നമ്മൾ റീറ്റെയിനിങ് വാൾ കെട്ടി നിർമ്മിച്ച് തന്നുകൊള്ളാമെന്നൊക്കെ നമ്മൾ എഗ്രിമെൻറ്റ് വെച്ച് നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അവിടുന്ന് മണ്ണെടുത്ത് മാറ്റി ഇപ്പം നമുക്ക് 5 സെൻറ്റ് അല്ലെങ്കിൽ 8 സെൻറ്റ് വാങ്ങിച്ചാൽ 8 സെൻറ്റ് ഒരുപോലെ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇതൊന്നുമില്ലാതെ നമ്മൾ ആ വസ്തുവിൽ നിന്ന് യഥേഷ്ടം നമുക്ക് മണ്ണെടുത്ത് മാറ്റി അല്ല കട്ടിങ് എടുത്ത് മാറ്റി നിന്ന് നമുക്ക് ഒരു വീട് അവിടെ നിർമ്മിക്കാം എന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായിട്ടും അതിനെതിരെ നിയമ നടപടികൾക്ക് നമ്മുടെ അയൽവാസികളായ ആൾക്കാർ പോയി കഴിഞ്ഞാൽ ബിൽഡിംഗ് റൂളിന് വയലേഷൻസ് അവിടെ സംഭവിക്കാം. അങ്ങനെ വയലേഷൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മുടെ ബിൽഡിങ്ങിന് ശരിക്കും സ്റ്റോപ്പ് മെമ്മോ ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കണ്ടീഷൻസ് നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഒരു പരിചയസമ്പന്നനായിട്ടുള്ള ഒരു സിവിൽ എഞ്ചിനീയറുമായിട്ട് അല്ല അയാളെ കൺസൾട്ടൻ്റ് ചെയ്ത് അദ്ദേഹത്തെ കൺസൾട്ടൻ്റ് ചെയ്ത് മാത്രമേ നമ്മൾ ആ വസ്തു എടുക്കാനായിട്ട് നമുക്ക് വാക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അതർ സൈഡ് ആൻഡ് ഗ്രൗണ്ട് ലെവൽ, ഇപ്പം നമ്മളുടെ വസ്തു മുമ്പേ പറഞ്ഞതിന് ആനുപാതികമായിട്ട് പ്രത്യേകിച്ചൊരു
ഒരു ഡാറ്റാസായിട്ട് അതിനെ നമ്മൾ നിർവചനം കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതർ സൈഡ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിൻ്റെ കണ്ടീഷൻ ഇപ്പം നമ്മൾ കിടക്കുന്ന റോഡിൽ നിന്ന് 6 അടി 7 അടി താഴ്ചയാണ് നമ്മുടെ ഈ വസ്തു കിടക്കുന്നതെങ്കിൽ ആ വസ്തുവിലേക്ക് നമ്മുടെ എൻട്രൻസ് വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അവിടെ ചെയ്യേണ്ട വരുന്ന ഒരു ഫൗണ്ടേഷൻ നമുക്ക് വളരെയധികം കോസ്റ്റ് വരും. അതായത് അവിടെ നമ്മളൊരു സെല്ലാർ പോർഷൻ ക്രിയേറ്റ് ചെയ്ത് അത് കൊണ്ടുവന്ന് അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് ചിലപ്പോൾ വീട് നമുക്ക് വെക്കേണ്ടതായിട്ടൊരു സാഹചര്യം വന്നാൽ അത് നമുക്ക് പണനഷ്ടം നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു പ്ലോട്ട് നമ്മൾ വാങ്ങിക്കുന്നതിനും അതിൽ നമ്മൾ ബിൽഡിംഗ് കെട്ടാനായിട്ടും ഒക്കെ നമ്മൾ ഒരുങ്ങേണ്ടത്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു എഞ്ചിനീയറുടെ ഉപദേശം നേടുന്നത് ഏറ്റവും നന്നായിരിക്കും. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള വാട്ടർ അവൈലബിലിറ്റി, അതായത് ഈ നമ്മൾ വാങ്ങിക്കുന്ന ഈ വസ്തുവിനകത്ത് വെള്ളം കിട്ടാനായിട്ടുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്. അല്ല നമുക്കൊരു ബോർവെല്ലാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സ്വാഭാവിക ജലത്തിന് സാധാരണ ഓപ്പൺ വെല്ല് ഇതാണോ നമുക്ക് അതിനകത്ത് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യണം. അതിന് തൊട്ടടുത്ത വീടുകളോ ഉള്ള കിണറുകളോ അല്ലെങ്കിൽ ഈ പ്രദേശത്തിനെ പറ്റിയൊക്കെ അറിയാവുന്ന രീതിയിൽ നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ചിട്ട് വേണം ഇതിനകത്ത് ചെയ്യാനായിട്ട്. ഇപ്പം പല സ്ഥലങ്ങളിലും ഉള്ള വിഷയം ജലം ഇല്ല, അല്ലെങ്കിൽ ജല ദൗർലഭ്യം വളരെയേറെ, കുടിവെള്ള ക്ഷാമം വളരെയേറെ നേരിടുന്ന ചില പ്രദേശങ്ങളിൽ നമ്മൾ പോയി വസ്തു വാങ്ങിച്ചാൽ സ്വാഭാവികമായിട്ടും വസ്തു വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് സാമ്പത്തിക ലാഭമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആ കുടിവെള്ളം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കുടിവെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് ഈസി വേ ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ തനതായ രീതിയിൽ സ്വാഭാവികമായിട്ട് സാധാരണ രീതിയിലൊരു ഫൗണ്ടേഷൻ കെട്ടി അവിടെ ഒരു വീട് കെട്ടാൻ പറ്റുമോ എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ഇപ്പോൾ വാട്ടർ ലോക്ക്ഡ് ഏരിയ, അല്ലെങ്കിൽ എർത്ത് സ്ലൈഡിങ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ അൺഈവൻ സെറ്റിൽമെൻറ്റ് വരുന്ന ഭൂമി. അപ്പോൾ ഇത്തരം കാര്യങ്ങളും ഒരു നല്ല ഒരു എൻജിനീയറെ നമ്മൾ വിളിച്ച് കാണിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തോട് കൂടിയിട്ട് മാത്രം പോകേണ്ട ഒരു കാര്യമാണ്. എന്നിരുന്നാലും നമ്മളുടെ പ്രായോഗിക ബുദ്ധിയിൽ നമുക്കറിയാൻ പറ്റും, വസ്തുവിന് ഉറപ്പുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് നമുക്ക് വളരെയധികം ലാഭിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മൾ പുതിയ ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലോട്ട് വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക.